ശ്രീ ഷാജി ജോസഫ്, ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായത് ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളതാണ്. അവിടെ ബി ജെ പി എങ്ങനെയാണ് ഒരു സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത്? മോദിയെ മുൻനിർത്തി തന്നെയോ അതോ മോദിക്ക് പകരം മറ്റാരെങ്കിലുമോ? അതേസമയം ഇന്ത്യ മുന്നണിയും ബി ജെ പി ഈ സാഹചര്യത്തെ എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യ മുന്നണി ആ മുന്നണിയുടേതായ നീക്കം ആരംഭിച്ചിട്ടുണ്ടോ? ഇന്ത്യ മുന്നണിയുടെ നീക്കമെന്ന് പറയുന്നത് എന്തായിരിക്കുമെന്ന് ഇന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളുമായി നാളെ ഒരു ആലോചനയുണ്ടാകും, നാളെ യോഗമുണ്ട്, അതിനുശേഷം ഒരു തീരുമാനമെടുക്കുമെന്നാണ്. ഇത് രാഹുൽ ഗാന്ധി പറയുമ്പോഴും ഒരു കാര്യം നമുക്കറിയാം, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സ്ട്രക്ചർ വെച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല, അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇപ്പോൾ എൻ ഡി എയുടെ സഖ്യകക്ഷികളായി നിൽക്കുന്ന ജനതാദൾ യുണൈറ്റഡിനെയും ടി ഡി പിയെയും ഇപ്രയിലോട്ട് നമ്മുടെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയിലേക്ക് കൊണ്ടുവരാതെ മറ്റൊരു രീതിയിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഫോർമേഷൻ നടക്കില്ല എന്ന് കോൺഗ്രസ് അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ തിരിച്ചറിയുന്നുണ്ട്. നമുക്കറിയാം, മമതാ ബാനർജി ഇപ്പോൾ ഏറ്റവും ആദ്യമായി മോദി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ രാജിയുടെ ഡിമാൻഡ്, അതേ രീതിയിലുള്ള ഒരു ശബ്ദം ഈ വരുന്ന ദിവസങ്ങളിൽ ബി ജെ പിക്കുള്ളിൽ നിന്ന് വളരെ രഹസ്യമായെങ്കിലും ബി ജെ പിയിലെ മുൻനിര നേതാക്കൾ, നിതിൻ ഗഡ്കരിയെ പോലുള്ളവർ, രാജ്നാഥ് സിംഗിനെ പോലെയുള്ളവർ മോദി മാറി നിൽക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കേറ്റ കനത്ത പ്രഹരം അതിൻ്റെ ഉത്തരവാദിത്വം ശ്രീ നരേന്ദ്രമോദി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല. എന്നാൽ നിലവിൽ നമ്മൾ നോക്കിയാൽ ഒരു പ്രീപോൾ അലയൻസ് എന്ന നിലയിൽ അതിനുമപ്പുറം ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഇപ്പോഴും ബി ജെ പി തന്നെ ആയതുകൊണ്ട് രാഷ്ട്രപതിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഇപ്പോഴത്തെ നേതാവായി ശ്രീ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് പിന്നീട് പാർലമെൻറ്റിൽ തൻ്റെ ഭൂരിപക്ഷം തെളിയിക്കാൻ ഒരവസരം കൊടുക്കുകയാണെങ്കിൽ അതിനെ നിയമപരമായി ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അങ്ങനെ തന്നെയാണ്. ഞാനിത് പറയുമ്പോൾ നേരത്തെ ജയസൂര്യനോട് ചോദിച്ചൊരു ചോദ്യം, അതായത് ഫൈസാബാദ്, അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ എന്ത് സംഭവിച്ചു? അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും വലിയ ട്രംപ് കാർഡായി കൊണ്ടുവന്ന രാമക്ഷേത്രം ജനങ്ങൾ, അയോധ്യയിലെ ജനങ്ങൾ പോലും റിജക്റ്റ് ചെയ്തോ എന്ന ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരമെന്ന് പറയുന്നത്, രാമക്ഷേത്രം പണിയണ്ട എന്നായിരുന്നോ ഉദ്ദേശിച്ചത്? രാമക്ഷേത്രം പണിയണ്ട എന്നല്ല ഉദ്ദേശിച്ചത്. രാമക്ഷേത്രത്തിൽ പ്രധാന പുരോഹിതനായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറിയത് ശരിയാണോ എന്നുകൂടെ ജനങ്ങളോട് ചോദിക്കേണ്ടിയിരിക്കും. ഓർക്കുക, ബാബറി മസ്ജിദ് പൊളിച്ച സംഭവം ഉണ്ടായപ്പോൾ അതിനുശേഷം നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ഇതുപോലെയുള്ള ഒരു പരാജയമാണ് ബി ജെ പി നേരിട്ടത്. അപ്പോൾ വിഭാഗീയത സമൂഹത്തിൽ വളർത്താനുള്ള ഒരു രാഷ്ട്രീയവുമായി ബി ജെ പി മുന്നോട്ടിറങ്ങിയാൽ, നിങ്ങൾ ഓർക്കുക, ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണ സമയത്ത് പ്രധാനമന്ത്രിക്കും ബി ജെ പിക്കുമെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദമുയർന്നത് കോൺഗ്രസ് വന്നാൽ താലി പിടിച്ചെടുക്കും, ശരി, ഹിന്ദുക്കളുടെ പ്രോപ്പർട്ടി മുഴുവൻ വാങ്ങി മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്നുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വിഭാഗീയതമായ ആ ഒരു പ്രസ്താവനയോടുകൂടിയാണ് ഉത്തർപ്രദേശ് പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയ ഒരു പരാജയത്തിൻ്റെ വക്കിലേക്ക് ബി ജെ പിയെ തള്ളി നീക്കിയത്. ശരി, അതാണ്